ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പാർട്ട് 5 ആണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനമുള്ള ജില്ലയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനമുള്ള ജില്ല ഞാനിവിടെ മുകളിൽ എഴുതാം. ഇടുക്കിയാണ് കേട്ടോ. ഇടുക്കി ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനമുള്ള ജില്ല ഇടുക്കിയാണ്. അപ്പോൾ നമ്മൾ ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ എല്ലാ വട്ടത്തെയും പോലെ നമ്മൾ 10 എണ്ണമാണ് പരിചയപ്പെടുന്നത്. 10 എണ്ണം. നമ്മൾ ഒന്നാമത്തെ ഒരു വന്യജീവി സങ്കേതമാണ് കേട്ടോ. ഒരു വന്യജീവി സങ്കേതം കുറിഞ്ഞിമലയാണ്. കുറിഞ്ഞിമല വന്യജീവി സങ്കേതം. മല ഒരു തയ്യാറത്തോടെ ഞാൻ അങ്ങോട്ട് എഴുതുന്നുണ്ട് കേട്ടോ. കുറിഞ്ഞിമല വന്യജീവി സങ്കേതം. ഇനി രണ്ടാമത്തത് ഒരു ഡാമാണ്. ഇടുക്കി എന്ന പേര് വെച്ച് തുടങ്ങുന്ന ഡാം തന്നെയാണ്. 2 ഇടുക്കി ഡാമാണ് കേട്ടോ. ഇടുക്കി ഡാം. നമുക്ക് മൂന്നാമത്തെ നോക്കാം കേട്ടോ. നമ്മൾ 2 എഴുതി. 3 ഒരു സ്ഥലമാണ് വാഗമൺ. ഞാൻ പോയിട്ടുണ്ട് കേട്ടോ. വാഗമൺ. നമ്മൾ 4മത്തെ നോക്കാം. 4മത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും, മൂന്നാറാണ്. അപ്പോൾ നമ്മൾ 4 എണ്ണം നോക്കി. ഇനി 5മത്തെ നോക്കാം. ഇനി 5മത്തത് ഒരു മലയാണ്. മല മീശപുലിമലയാണ്. മീശപുലിമല. നമ്മൾ 6മത്തെ നോക്കാം കേട്ടോ. 6മത്തെ ഒരു ദേശീയോദ്യാനാണ്. 6മത്തത് ഇരവികുളമാണ്. ഇരവികുളം. ഇരവികുളം ദേശീയോദ്യാനാണ് കേട്ടോ. നമുക്ക് 7മത്തെ നോക്കാം. 7മത്തത് ഒരു ഡാം തന്നെയാണ്. 7മത്തത് മാട്ടുപ്പെട്ടി ഡാമാണ്. നമുക്ക് 8മത്തെ നോക്കാം കേട്ടോ. 8മത്തെ വിനോദസഞ്ചാര കേന്ദ്രം. 8, 9, 10.
ഇനി ഒരു അണക്കെട്ട് തന്നെയാണ്. അണക്കെട്ട് പറഞ്ഞ ഡാം തന്നെയാണ് കേട്ടോ. ചെറുതോണി അണക്കെട്ടാണ്. ചെറുതോണി അണക്കെട്ട്, ചെറുതോണി അണക്കെട്ട്. അപ്പോൾ നമ്മൾ 8 നോക്കി, നമ്മൾ 9ാമത്തെ നോക്കാൻ പോവാണ്. 9ാമത്തെ ഒരു പാലസാണ് കേട്ടോ. 9ാമത്തെ ഒരു പാലസാണ്. 9ാമത്തെ ഹിൽ പാലസ്. ഒരു പാലസും കൂടി ഉണ്ട്. ലാസ്റ്റത്തേന് മട്ടാഞ്ചേരി പാലസാണ്. മട്ടാഞ്ചേരി പാലസാണ്. നമ്മളിത് 10 നോക്കിയിട്ടുണ്ട്. കുറിഞ്ഞിമല വന്യജീവി സങ്കേതം, പിന്നെ ഇടുക്കി ഡാം, പിന്നെ വാഗമൺ, പിന്നെ മൂന്നാർ, പിന്നെ മീശ പുലിമല, പിന്നെ ഇരവികുളം ദേശീയോദ്യാനം, പിന്നെ മാട്ടുപ്പെട്ടി ഡാം, പിന്നെ ചെറുതോണി അണക്കെട്ട്, പിന്നെ ഹിൽ പാലസ്, ലാസ്റ്റ് മട്ടാഞ്ചേരി പാലസ്. ഇപ്പം നമ്മൾ ഇടുക്കിയിലെ വന്യജീവി സങ്കേതങ്ങൾ ഇനിയും ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇത്രയും നിങ്ങൾക്ക് എഴുതി തന്നിട്ടുള്ളൂ. പിന്നെ നമ്മൾ അടുത്ത ക്ലാസ് പാർട്ട് 6ൽ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇതാണ് നോക്കുന്നത്. പാർട്ട് 6 ഏറ്റവും കൂടുതൽ സാക്ഷരത കൈവരിച്ച കേരളത്തിലെ ആദ്യത്തെ ജില്ലയാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ സാക്ഷരത കൈവരിച്ച കേരളത്തിലെ ആദ്യത്തെ ജില്ല ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ പാർട്ട് 6 വീണ്ടും വരാം കേട്ടോ. അപ്പോൾ ടാറ്റ. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ.